ആ ദിവസം അടുത്തു വരികയാണ്. ക്രിക്കറ്റ് കരിയറിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരം. ഹൈദരാബാദിലല്ല, ബംഗളൂരു ചിന്നസ്വാമിയിലാണ് മത്സരവേദി. അതിനു മുമ്പ് തൻ്റെ ബൗളിംഗ് മികവ് ഒന്നുകൂടി ഉയർത്തണം. സൺറൈസേഴ്സിൻ്റെ ഓറഞ്ച് ജേഴ്സി കാണുമ്പോൾ വികാരഭരിതനാകാൻ പാടില്ല. അതുകൊണ്ട് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഭുവനേശ്വർ കുമാർ തൻ്റെ ബൗളിംഗ് മികവിൻ്റെ പരമാവധി കഴിവ് പുറത്തെടുത്തു. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ചിന്നസ്വാമിയിൽ ഡൽഹിയുടെ മുൻനിരയെ വീഴ്ത്തി അക്സറിൻ്റെ സംഘത്തെ പ്രതിരോധത്തിലാക്കിയത് ഭുവനേശ്വർ കുമാറാണ്. മത്സരം RCB പരാജയപ്പെട്ടെങ്കിലും ഭുവിയുടെ പ്രകടനം വേറിട്ടു നിന്നു. 2010-ലെ ചാമ്പ്യൻസ് ലീഗ് 2020-ൽ RCBക്കൊപ്പം ഒരൊറ്റ മത്സരം കളിച്ചതാണ്. പിന്നീട് പൂനെ വാരിയേഴ്സിലും സൺറൈസേഴ്സ് ഹൈദരാബാദിലുമായിരുന്നു ഭുവനേശ്വർ കുമാറിൻ്റെ കരിയർ. അതിൽ 2014 മുതൽ 10 വർഷക്കാലം ഭുവി സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഭാഗമായിരുന്നു. IPL-ലും ഇന്ത്യൻ ടീമിലുമായി ഭുവി ഏറെക്കാലം തിളങ്ങി നിന്നു. പക്ഷേ 2022 നവംബറിന് ശേഷം അയാൾ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമല്ല. കളിക്കളത്തിൽ മോശമാകുന്ന ഭുവനേശ്വറിനെ എന്നേക്കുമായി ഇന്ത്യൻ ടീമിൽ നിന്നൊഴിവാക്കി. കഴിഞ്ഞ വർഷത്തെ IPL-ന് പിന്നാലെ സൺറൈസേഴ്സും ഭുവിയെ കൈവിട്ടു. താരലേലത്തിൽ ഭുവനേശ്വറിനായി ഉയർന്ന വലിയ തുക സൺറൈസേഴ്സിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. 10.75 കോടി രൂപയ്ക്ക് ഭുവനേശ്വറിനെ റോയൽ ചലഞ്ചേഴ്സ് സ്വന്തമാക്കി. പക്ഷേ ചിലപ്പോഴൊക്കെ സൂര്യൻ ഉദിക്കുന്നത് ഒരൽപ്പം വൈകിയാവും. 1.5 പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഭുവനേശ്വർ കുമാർ റോയൽ ചലഞ്ചേഴ്സിൽ മടങ്ങിയെത്തി. RCB നൽകുന്ന ആ വലിയ തുകയ്ക്കുള്ള മറുപടി അയാൾ തൻ്റെ ബൗളിംഗ് മികവ് കൊണ്ട് നൽകുകയാണ്. ഇനിയൊരിക്കലും ഇന്ത്യയുടെ നീല ജേഴ്സിയിലും സൺറൈസേഴ്സിൻ്റെ ഓറഞ്ച് ആർമിയിലും തിരിച്ചെത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ.